വെച്ചതിന് ശേഷമാണ് അവിടെയാണ് ഞാൻ രണ്ടും കൂടി മടക്കി ഓപ്പൺ അടിച്ച് കൊടുക്കുന്നത്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്കതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഓപ്പൺ അടിച്ചെടുക്കാനായിട്ട് നമ്മളെ സ്ലിറ്റ് അടിച്ചെടുക്കാനായിട്ട് അതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം രണ്ട് സൈഡിലോട്ടും നമ്മൾ സ്ലിറ്റ് ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ കൂടി ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുത്തില്ലായിരുന്നു, അതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലായിരുന്നു. അതിനുശേഷം നമുക്ക് ആ സ്റ്റിച്ച് അഴിച്ചെടുക്കാം. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്ലിറ്റ് അടിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം സൈഡിൽ കൂടിയും കൂടെ ഇതുപോലെ അടിച്ചു കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സ്ലിറ്റ് ഇവിടെ റെഡിയായി കിട്ടും. എനിക്ക് എന്ത് ചെയ്താലും ഇതുപോലെ എന്തെങ്കിലും അതിലൊന്ന് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ആവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മുത്തും പവിഴങ്ങളും ഒക്കെ അതിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നെക്ക് പ്ലെയിൻ ആയിട്ട് തോന്നിയത് കൊണ്ട് തന്നെ നെക്കിലും കൂടെ ഞാൻ ഇതുപോലെ ഒരു ചെറിയ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ താഴ്ഭാഗത്തായിട്ട് കുറച്ച് വീതിയുള്ള ഒരു ലേസും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴയ ഒരു പാവാടയായിരുന്നു, ഉപയോഗിക്കാതിരുന്ന പാവാടയായിരുന്നു. അതിൽ നിന്ന് ഇതുപോലെ ഒരു അടിപൊളി കുർത്തി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.